ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ തന്റെ തീരുമാനം? തോറ്റുകൊടുക്കാനാണോ? ഇല്ല ഹരി, എനിക്ക് ഹരിയെ പിരിഞ്ഞിരിക്കാനാവില്ല. നിന്റെ കണ്ണുനീരിന് വിലയുണ്ടാവും മോളെ. നിന്റെ ഈ കണ്ണുനീരിൽ ചിലരൊക്കെ വെന്ത് നശിക്കുകയും ചെയ്യും. നിത്യ, ഹരി, നിത്യ, ആ പോലീസുകാരൻ എന്തിനാ വന്നേ? അത് മൊഴിയെടുത്തതിൽ എന്തോ ഒരു തിരുത്തുണ്ടെന്ന്. അത് വെറുതെ ഒരു കാരണം. നമ്മൾ ഒന്നിച്ചാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നായിരിക്കും. ഹരിയെ കാണാൻ ഞാൻ ഹരിയുടെ അടുത്തേക്ക് വരുമ്പോഴേ അയാളെ കണ്ടേ. അതോടെ ഞാൻ തിരിച്ചു പോന്നു. കൈക്ക് വേദനയൊക്കെ ഉണ്ടോ? ഇല്ല. അവിടെ നിന്ന് നോക്കേണ്ടതല്ലേ ഞാൻ? ആശ്വസിപ്പിക്കേണ്ടതല്ലേ ഞാൻ? ഇപ്പോഴത്തെ സാഹചര്യങ്ങള് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. എനിക്ക് പരാതിയൊന്നുമില്ല. പേടിച്ചിട്ടാ ഞാൻ ബഹളം വെച്ച് അങ്ങോട്ട് വന്ന എന്നെ ആയിരിക്കില്ല, ഹരിയായിരിക്കും അയാള് ദ്രോഹിക്കുന്ന. എന്നെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. താൻ കരയാതടോ. നമ്മുടെ വിധി ഇതാ. ഒരുപാട് കാലം അടുത്തുണ്ടായിട്ടും തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി. എനിക്ക് ഹരിയെ കാണണം. അങ്ങോട്ട് വരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ. അമ്മാവനും ഇപ്പൊ എനിക്കെതിരാ. വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. നാളെ ഹരിക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അവരാരും കാണാതെ കുറച്ചു നേരം നമുക്ക് എവിടെയെങ്കിലും. രാവിലെ അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളാം. വഴിയിൽ വെച്ച് കാണാം നമുക്ക്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലല്ലേ? കഴിക്കാം. മരുന്നുള്ളതല്ലേ, സമയത്തിന് കഴിക്കണം. താൻ ഫോൺ വെച്ചോ. ഇനി വെറുതെ നിന്ന് കരയണ്ട. ഒരാളോട് ഒരു തെറ്റും ഞാനായിട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ദൈവങ്ങളോടുള്ള പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കിയിട്ടുമില്ല. എന്നിട്ടും കഥ എഴുതുമ്പോ വേറുപിരിഞ്ഞു നിൽക്കുന്നവരുടെ സങ്കടങ്ങളാ ഏറ്റവും നല്ലതായി എഴുതുന്നത്. പക്ഷെ അത് അനുഭവിക്കുമ്പോഴുള്ളൊരു സങ്കടമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ വേദനകൾക്ക് വാക്ക് കൽപ്പിക്കാൻ എളുപ്പമാണോ? പക്ഷെ സ്വന്തം വേദനയുടെ മുന്നിൽ വാക്കുകളൊക്കെ ശൂന്യാവുക. ഹരി,
നാളെ കാണാം, നമുക്ക് നാളെ കാണണം. അല്ലാതെ പറ്റില്ല എന്നെ കൊണ്ട്. ഹരി, കരയരുത്, ഇതൊരു വഴിയാ. എല്ലാ കരച്ചിലും ദൈവം കാണുന്നുണ്ടെന്നാ പറയാ. ഇതും കാണുന്നുണ്ടാവുമല്ലേ നമ്മുടെ ഗതികേട്? നിത്യ, നമ്മൾ വലിയൊരു പ്രതിസന്ധിയില്ല. പാഠം നഷ്ടപ്പെട്ടപ്പോ ഞാനും നീയും കൈകോർത്ത് പിടിച്ചാ നിന്നത്. എല്ലാം നേരിടുമെന്നാ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ കൈകൾ പോലും അവൻ വേർപെടുത്തി. അടുത്ത് നിൽക്കാനുള്ള അവകാശം പോലും എടുത്തു കളഞ്ഞു. എന്താ തന്റെ തീരുമാനം? തോറ്റുകൊടുക്കാനാണോ? ഇല്ല ഹരി, എനിക്ക് ഹരിയെ പിരിഞ്ഞിരിക്കാനാവില്ല. അങ്ങനൊരു അവകാശം കിട്ടാൻ വേണ്ടി എത്ര പൊരുതാനും ഞാൻ തയ്യാറാ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിന്റെ പേരിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ അവനെ തോൽപ്പിച്ചേ പറ്റൂ. എന്റെ പേരിലൊരു പെണ്ണ് കേസ് അവന്റെ കയ്യിലുണ്ട്. അത് വെച്ചാ ഇപ്പൊ അവൻ വില വീശുന്നത്. അതിന് കീഴടങ്ങി കൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഫൈറ്റ് ചെയ്യണോടോ. നീര് നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ജയിക്കണം. ഹരി, പേടിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്യാനും കഴിയുന്ന ഒരാളുടെ മുന്നിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തിനും ഞാൻ കൂടെയുണ്ട്. കുറച്ചുനാള് നമുക്ക് ചിലപ്പോ തമ്മി കാണാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളായിരിക്കും. പക്ഷെ ഒരു ശ്വാസത്തിൽ പോലും എന്നെ വിട്ട് ഹരി അകന്ന് നിൽക്കില്ല. പൊരുതുന്നത് നിനക്ക് വേണ്ടിയായിരിക്കുമ്പോ എനിക്ക് ഊർജം കൂടുതലായിരിക്കും. ആനന്ദൻ കൂടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ തെളിയിച്ചെടുക്കാൻ ജീവനും അങ്കിളും കുറെ ബുദ്ധിമുട്ടും. ഹരി, അമ്മയുടെ കാര്യമാണ് കഷ്ടം. സ്വന്തം ജീവിതം അമ്മയുടെ കയ്യിൽ നിന്ന് പോയി. അച്ഛന്റെ മാറ്റം അമ്മയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. എന്നിട്ടും പാവം വീഴാതെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാ. മധുര നൊമ്പരക്കാറ്റ്